ശ്രീ ഇൻസൈറ്റ് ഓഫ് ടാരോട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹാപ്പി വാലന്റൈൻസ് ഡേ. നമുക്കിന്ന് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നോക്കുന്നത്. അതായത് നിങ്ങളുടെ ഇന്ന് വാലന്റൈൻസ് ഡേ ആണല്ലോ. അപ്പോൾ ഇന്ന് പ്രപഞ്ചം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് എന്ത് സന്ദേശമാണ് തരാനിരിക്കുന്നത്? നിങ്ങളുടെ ബന്ധത്തിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളെ കുറിച്ചായിരിക്കാം, എന്തുമാവട്ടെ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് എല്ലാവർക്കും പ്രസൻറ്റ് ആവില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത്. ടൈംലെസ് ആയതുകൊണ്ട് നിങ്ങളുടെ കൈകൾ കിട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വാലിഡ് ആകുന്നതാണ്. മെയിൽ ഓർ ഫീമെയിൽ എല്ലാവർക്കും കാണാം. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് എപ്പോഴും പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്ത് കാണണമെന്ന് പറയാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം കേട്ടോ. ഹൈപ്പൊക്കെ ചെയ്യണേ. ഹൈപ്പൊക്കെ ചെയ്യാൻ കുറച്ച് മടി കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്, അങ്ങനെ വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. നമുക്കിന്ന് കിട്ടിയിരിക്കുന്ന കാർഡുകൾ എന്ന് പറയുമ്പോൾ ആദ്യം കിട്ടിയിരിക്കുന്ന ഒരു കാർഡ് എന്ന് പറയുന്നത് 5 ഓഫ് കപ്സ് ആണ്. 5 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ പിന്നെ നിരാശപ്പെട്ട് ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ്. അതായത് വളരെയധികം വിഷമത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുകയാണ്. ഒന്നിനും ഒരു ഉത്സാഹമില്ല. നിങ്ങളുടെ വ്യക്തി വിളിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളെ മെസ്സേജ് ഒന്നും കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല. നിങ്ങൾ ബ്രേക്കപ്പിലൊക്കെ ഇരിക്കുന്ന ആളുകളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ ഇപ്പോൾ കിട്ടുന്നത്. രണ്ടാമത്തെ കാർഡ് 9 ഓഫ് സ്വോർഡ്സ് ആണ്. 9 ഓഫ് സ്വോർഡ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, നമുക്ക് പിന്നെ ഉറക്കം പോലും ഇല്ലാത്ത ഒരു അവസ്ഥകളും കാര്യങ്ങളും ഒക്കെയാണ്. നമ്മുടെ ഒരു വളരെ റിഗ്രറ്റ്ഫുള്ളായിട്ടുള്ള ഒരു ലവ് ആണ്. എന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ മാനസിക സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവിടെ നിങ്ങൾ ബ്രേക്കപ്പാണ്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് നിന്നും എന്തെല്ലാമൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഐസൊലേറ്റഡ് ആണ് ഇപ്പോൾ നിങ്ങൾ കേട്ടോ. ഇത് നിങ്ങളുടെ എനർജിയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എന്നാണ് നമുക്ക് വീണ്ടും കാർഡ് പറയുന്നത്. അടുത്ത കാർഡ് നമ്മളോട് 7 ഓഫ് സ്വോർഡ്സ് പറയുന്നുണ്ട്. ഇവിടെ ഒരു പിന്നെ വിശ്വാസമില്ലാത്ത രീതിയിലും മാനിപ്പുലേറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലും ഒക്കെയുള്ള ചില ബന്ധങ്ങളാണ് വന്നിരിക്കുന്നത്. അതായത് ആ ഒരു എനർജിയുള്ള ആളുകളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ നിങ്ങൾ വളരെയധികം പിന്നെ സ്ട്രെസ് അനുഭവിക്കുന്നു, അല്ലെങ്കിൽ വളരെ വിഷമത്തിലിരിക്കുന്നു. 5 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ക്ലാഷസും പിന്നെ ഡിസഗ്രിമെൻറ്റ്സ് ഒക്കെയാണ് ഇവിടെ വന്നിട്ടുള്ളത്. നിങ്ങളിങ്ങനെ ആലോചിക്കുകയാണ്, ഇതെല്ലാം ഞാനിങ്ങനെ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എൻ്റെ ജീവിതത്തിൽ നടന്നത്, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയാണ് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്. 2 ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അന്യോന്യം പിന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ട് അതിനെ അത് അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിൽ ഒക്കെ നിൽക്കുന്നു. നിങ്ങളുടെ തീരുമാനങ്ങൾ, രണ്ടുപേരുടെയും തീരുമാനങ്ങളിൽ നിങ്ങൾ ഉറച്ചു നിൽക്കാതെ നിങ്ങൾക്കത് അംഗീകരിക്കാൻ കഴിയുന്നില്ല, അങ്ങനെ പോരാ എന്നുള്ള ഒരവസ്ഥയിലൊക്കെയാണ് നിങ്ങളിപ്പോൾ ഉള്ളത്. എന്നാൽ നിങ്ങൾക്കിവിടെ ഒരു ജസ്റ്റിസ് വരും. ഈ ഒരു അവസ്ഥയിലിരിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങളുടെ എനർജി ഇന്ന് വന്നിരിക്കുന്നത്. വളരെ വേദനയോടു കൂടിയും വിഷമത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും ഒക്കെ ഇരിക്കുന്ന ഒരുപാട് പേരുടെ എനർജി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജീവിതത്തിൽ നമുക്ക് എപ്പോഴും എല്ലാ സന്തോഷങ്ങളും എപ്പോഴും കിട്ടിക്കൊള്ളണം എന്നില്ല, പക്ഷെ അതിനൊരു സമയം ഉണ്ടാവും. അതിനാണ് ഡിവൈൻ ടൈം എന്ന് നമ്മളോട് പറയാറുണ്ട്. എപ്പോഴും ഡിവൈൻ ടൈം വരും. നിങ്ങൾക്ക് ആ ടൈമിൽ നിങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ നടക്കും. അതുവരെ നിങ്ങൾ പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്, ലെസൺസാണ് ഇതൊക്കെ. ആ പാഠങ്ങൾ നമ്മൾ പിന്നെ ചെയ്തേ പറ്റുള്ളൂ. നമുക്ക് ആ പാഠങ്ങളിലൊക്കെ നമ്മൾ പിന്നെ പഠിച്ച് അതനുസരിച്ച് ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ഇടവേള എന്ന് വേണം നമുക്ക് ഈ ബ്രേക്കപ്പിനെ, അല്ലെങ്കിൽ അതുമാതിരിയുള്ള സെപ്പറേഷൻ അതുപോലെ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ പറയാൻ. കാരണം ഇവിടെ ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. വളരെ ഫെയറായിട്ടും വളരെ ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ്. അപ്പോൾ നാളെ ശിവരാത്രി കൂടിയാണ്. ശിവരാത്രിക്ക് ശേഷം ഒരുപാട് മാറ്റങ്ങൾ വരുമെന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ കാര്യത്തിലും. അപ്പോൾ അതും കൂടി നമ്മൾ ഇതിനകത്ത് കണക്കിലെടുക്കുകയാണ്. പിന്നെ അടുത്തത് ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വരുന്നുണ്ട്. വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, സെക്യൂർഡ് ആയിട്ടുള്ള ഒരു സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ്. അതൊരു പക്ഷേ നിങ്ങളുടെ വ്യക്തിയാകാം, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു ബന്ധമായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. അട്രാക്റ്റീവ് ആൻഡ് ഡ്രീമി ലവ് വരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല സ്നേഹം. ചില ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്, ഞാൻ എത്ര കാലമാണ് കാത്തിരിക്കേണ്ടത്? ഇങ്ങനെ കാത്തിരുന്നിട്ട് എനിക്ക് വല്ലതും പിന്നെ ഗുണമുണ്ടോ? അതുകൊണ്ട് എനിക്ക് വല്ല കാര്യമുണ്ടോ? ഞാനിങ്ങനെ കാത്തിരുന്ന് എൻ്റെ സമയം കളയുന്നതല്ലാതെ എനിക്കതിന് മാറ്റം വരുമോ എന്ന് ചോദിക്കുന്ന വ്യക്തികളുണ്ട്. അവർക്കുള്ള ഒരു റിപ്ലൈ ആണെന്നാണ് എനിക്കിത് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് വരുന്നു. വളരെ അട്രാക്റ്റീവ് ആയിട്ടും വളരെ ഡ്രീമി ആയിട്ടുമുള്ള സ്നേഹമാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. ക്വീൻ ഓഫ് വാൻസ് വന്നിട്ടുണ്ട്.
വളരെ നിറഞ്ഞ ഹൃദയത്തോടു കൂടി നിങ്ങളെ ഒരു ഭയവുമില്ലാതെ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് കടന്നു വരുന്നു എന്നാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണർ ആ രീതിയിലായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി തന്നെ തിരിച്ചു വരുന്നതാകാം കേട്ടോ. ദ ലവർ വന്നിട്ടുണ്ട് ഇവിടെ. നമ്മളുടെ സോൾമേറ്റ്, ടിൻ ഫ്ലെയിം, അതേമാതിരിയുള്ള ചില ബന്ധങ്ങൾ, പാസ്റ്റ് ലൈഫിൽ കണക്ഷനുള്ള ബന്ധങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് പിന്നെ ചിലർക്ക്, എല്ലാവർക്കും അല്ല, ചില ആളുകൾക്ക് ഇത്തരത്തിലുള്ള ഒരു ബന്ധമാണ്. അതല്ല ഇനി മറ്റ് ബന്ധത്തിൽ ഡൗട്ട് ഇവിടെ പറഞ്ഞു, നമ്മൾ നേരത്തെ നമുക്ക് പറഞ്ഞു സംശയം, പിന്നെ ഒരു അൺഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ചില ബന്ധങ്ങൾ ചില ആളുകളുടെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മറ്റൊരു ബന്ധം വരുന്നുണ്ട്. ആ ബന്ധം ആയിരിക്കും നിങ്ങളുടെ ടിൻ ഫ്ലെയിം അല്ലെങ്കിൽ സോൾമേറ്റ് എന്നാണ് കാണിക്കുന്നത്. അതല്ല നിങ്ങളുടെ വ്യക്തിയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാരാണ് നിങ്ങൾ എന്ന് പറയാം. 6 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. വിക്ടോറിയസ് ആൻഡ് സ്റ്റേബിൾ ലവ് ആണ് വരുന്നത്. അപ്പോൾ ഇവിടെ വിജയമാണ് കാണുന്നതെല്ലാം. സ്നേഹത്തിലും നിങ്ങളുടെ ലൈഫിലും നിങ്ങൾക്ക് വളരെ വിജയം വരാൻ പോകുന്നു. ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ട് കൺസിസ്റ്റൻ്റ് ആൻഡ് കൈൻഡ് ലവ്, ഇതെല്ലാം നല്ല 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 കാർഡ്സാണ് ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് നിന്ന് തന്നിരിക്കുന്ന മെസ്സേജ് ഈ വാലന്റൈൻസ് ഡേയിൽ പിന്നെ നമുക്ക് ഇന്ന് തന്നിരിക്കുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ അതുപോലെ തന്നെ റെജുവിനേറ്റഡ് ആൻഡ് ഹെഡഡ് ലവ് സ്റ്റാറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു പ്രതീക്ഷയാണ്, പുതുനാമ്പ് വരുന്നു, അല്ലെങ്കിൽ ഒരു ജീവൻ വെക്കുന്ന മാതിരി, ഒരു പൊതുജീവൻ വെക്കുന്നത് മാതിരി. ആ ലൈഫിലൊരു പൊതുജീവൻ, അത് നമ്മളെ ശരിക്കും ഈ വെള്ളം ഒഴിക്കാതെ വാടി നിൽക്കുന്ന ചെടികളെ പോലെയാണ്. പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് പിന്നെ ഹി ഓർ ഷീ ആർക്കായാലും അത് അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് കുറച്ച് മാറ്റങ്ങൾ വരുന്നു, പൊതുജീവൻ വരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വെള്ളമൊക്കെ പിന്നെ നമ്മൾ സുലഭമായിട്ട് ജലം ഒഴിച്ച് കഴിയുന്ന സമയത്ത് ചെടി എങ്ങനെയാണോ നല്ല ഫ്രഷായിട്ട് നിൽക്കുന്നത്, അതുമാതിരി ഈ ബന്ധം നിങ്ങളുടെ ജീവിതത്തെ പിന്നെ തളിർത്ത് പൂക്കാൻ ഉള്ള അവസരം വരും എന്നാണ് കാണിക്കുന്നത്. ലാസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ഡൊമസ്റ്റിക് ബ്ലിസ് ആൻഡ് എംബ്രേസിങ് ലവ്, ഇതാണ് ഫാമിലി ആയിട്ട് വരുന്നത്. ഫാമിലി ആയിട്ടാണ് വരുന്നത്. 10 ഓഫ് കപ്സ് എന്ന് പറഞ്ഞ കാർഡ് എന്ന് പറഞ്ഞാൽ പൂർണ്ണതയാണ് ഇവിടെ. ഈ കാർഡ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ കാർഡ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ബന്ധം ഒരു പ്രപ്പോസൽ ആകാം നിങ്ങൾക്ക് വരുന്നത്. ചിലപ്പോൾ ആ പ്രപ്പോസൽ വന്ന് അത് മാരേജിലേക്ക് പോകുന്നതായിരിക്കാം. അത് ഇതേമാതിരിയുള്ള ബന്ധമായിരിക്കും. ഇത്രയും വളരെ നല്ല ഒരു ബന്ധം നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നു എന്നാണ്. മുകളിലുള്ള കാർഡ്സ് മുഴുവനും നമുക്ക് നെഗറ്റീവായിരുന്നു. നെഗറ്റീവ് കാർഡ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് വളരെയധികം വേദന ഉണ്ടാക്കുന്ന കാർഡ്സാണ്. അതല്ല അല്ല വെച്ചാൽ നമ്മൾ ആ ഒരവസ്ഥയിലാണ് നിങ്ങളിപ്പോൾ ഇരിക്കുന്നത് എന്നാണ് നമ്മളത് കാണിക്കുന്നത്. എന്നാൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് വളരെ പിന്നെ ഫാമിലിയുമായിട്ട് വളരെ സന്തോഷത്തോടു കൂടിയും സ്നേഹത്തോടു കൂടിയും ജീവിക്കുന്ന ആ ഒരവസ്ഥയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സന്ദേശങ്ങളാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളത്. എല്ലാവർക്കും പിന്നെ ഇതിന് യോഗമുണ്ടാവട്ടെ, അനുഭവിക്കാനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു യൂണിവേഴ്സ്.